അങ്ങനെ ഗായ്സ് രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീം നമ്മുടെ സ്പോട്ടിൽ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്തിയപ്പോൾ തന്നെ അവരവരുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഗൂഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ടീമിനെ കിട്ടിയത്. ഒരുപാട് ടീമിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഫുൾ ബുക്കിംഗ് ആയിരുന്നു, ഇവരും ബുക്കിംഗ് ആയിരുന്നു. ഇവരുടെ തിരക്ക് കൊണ്ടാണ് നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസമായിപ്പോയത് ഇവരുടെ ക്ലീനിങ്. അപ്പോൾ ഇവർ വന്ന് ഇവരുടെ ഡ്യൂട്ടി തുടങ്ങി. നമ്മളാണെങ്കിൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഒരു കോർണറിൽ ഉണ്ണികളായിട്ട് മാറിയിരിക്കുക കേട്ടോ. നമ്മൾ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ അവരവരുടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കിച്ചൺ, അതേപോലെ തന്നെ ബാത്റൂം, ബെഡ്റൂം, ഹോളൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവർ കറക്റ്റായിട്ട് തന്നെ പൊടിയൊക്കെ തട്ടിട്ട് വോക്കം വെച്ച് വലിച്ചെടുക്കുന്ന സെറ്റപ്പായിരുന്നു. ഫ്ലോറൊക്കെ എന്താ പറയുക ഷാമ്പൂ വാഷിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ബെഡ് നമ്മൾ ഷാമ്പൂ വാഷിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര കാലം പൂട്ടിയിട്ടിട്ട് നല്ല പൊടിയും പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ക്ലീനാക്കിയിട്ട് ഫൈനലി നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാം പയ്യെ ഒതുക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്കിലും അവർ ഡീപ്പായി ക്ലീനാക്കി ഒരു രാത്രി 7 മണിയോടുകൂടിയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്.